കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം ഓൺലൈൻ ടാക്സി തടഞ്ഞ് ഓട്ടോ ഡ്രൈവറുടെ പ്രതിഷേധം. ഓൺലൈൻ ടാക്സികൾ രജിസ്ട്രേഷൻ ഇല്ല എന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഓൺലൈൻ ടാക്സികൾക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിഷേധം. വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന യുവതിയാണ് ടാക്സിയിൽ ഉണ്ടായിരുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് സംഭവിച്ചത്? നിഖിൽ, റിജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തുടനീളം ഈ ഓൺലൈൻ ടാക്സികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സാധാരണ ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. യൂബർ ഡ്രൈവർമാർക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട്. കാരണം അതിന് കാരണം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. അതായത് ഓൺലൈൻ ടാക്സികൾ കേരളത്തിൽ ഓടാൻ അതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരി ഉണ്ടായിരുന്ന കാർ തടഞ്ഞുകൊണ്ടാണ് ഒരു ഓട്ടോ ഡ്രൈവർ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടം കൊണ്ടുപോകാൻ അനുമതിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ വാഹനം തടയുകയായിരുന്നു. തുടർന്ന് ആ യാത്രക്കാരിയോട് ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സംഘടനയിലെ ചില ആളുകളെ വിളിച്ചു വരുത്തുകയും അവർ കൂടി ഇവിടേക്ക് എത്തിയ ശേഷമാണ് അവർക്ക് കടന്നു പോകാൻ കഴിഞ്ഞത്. എന്തായാലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇവർക്കെതിരെ, ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്കെതിരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതിന്റെ പേരിൽ തങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വളച്ചൊടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ തിരിയുന്നു ചിലർ എന്നുള്ള കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.